ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം സൈലന്റ് ആയിട്ടാണോ നിൽക്കുന്നത്? അതായത് ഒരുപാട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പുറകെ ചേസ് ചെയ്ത് പോയിട്ടും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടേത്. ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു. അവസാനം നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് ഏത് രീതിയിലാണ്? നിങ്ങളുടെ ആ ഒരു ചേസിങ് നിന്നു പോയി എന്നുള്ള തോന്നല് നിങ്ങളുടെ പേഴ്സണിൽ എന്തെങ്കിലും ഒരു എനർജിയിൽ വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുകയില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Two of Pentacles, Four of Cups, Ace of Wands, Five of Cups, Eight of Pentacles, Four of Pentacles, Magician, Two of Cups, Ten of Cups, King of Wands, Five of Pentacles, Three of Cups, Page of Wands, Death and Rebirth, the Fool energy, Judgment, Page of Swords, the Hierophant. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോൾസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്തി എന്നുള്ളത് അറിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്തുള്ള അവരുടെ ഇമോഷൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ എനർജിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ പറയാം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേരിയേഷൻസ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ആദ്യം പറയാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സ്ട്രഗിളിങ്സിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അവർ വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ വരാം. ആദ്യമേ തന്നെ ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ടുള്ളവരായിരിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വളരെ സൈലന്റ് ആണ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഇവരിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും അവരിലേക്ക് പോലും നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു ഇമോഷൻസ് നിങ്ങൾ കാണിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ ഭയങ്കര സാഡ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. നിങ്ങളൊരു ന്യൂട്രൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനെ നോക്കി കാണുന്നത് വേറൊരു രീതിയിലാണ്. നിങ്ങൾ ഇനി കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ടോ? ആദ്യം അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ജഗ്ലിംഗ് എനർജിയാണ്. ചിലപ്പോൾ ഒരു തോന്നലായിരിക്കാം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ തന്നെ പോകട്ടെ, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് അറിയാത്ത ഒരവസ്ഥ. അത് അവർ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർ നിങ്ങൾക്കൊരു വാല്യൂം തരാതെ അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും ഗവനിക്കാതെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ശല്യം ചെയ്ത് പുറകെ നടക്കുന്നത് പോലും അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ അവരുടെ ചുറ്റിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്നില്ല. ഇവരുടെ സിറ്റുവേഷൻ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഈഗോ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഒരു റീസൺസോ കാര്യങ്ങളോ ഒന്നും പറയാതെ അവരുടേതായ ഒരു കരിയർ, അവരുടേതായ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മാറി പോയിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് ഈ ഒരു സമയത്ത് ഹാപ്പിനെസ് നൽകുന്നില്ല. വളരെയധികം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അവരായിട്ട് സ്വയം തട്ടിക്കളഞ്ഞു പോയതാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഇപ്പൊ അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്തൊക്കെ പോയപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഫോണിലൊക്കെ. ചിലവരുടെ കേസിൽ, മറ്റു ചിലരുടെ കേസിൽ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ബ്ലോക്ക് ചെയ്തവരാണെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും, ഇനി ബ്ലോക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മെസ്സേജ് കാര്യങ്ങളൊന്നും ഇപ്പൊ അയക്കാത്തത്, എന്താണ് നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയി പോകാൻ കാരണം? അത്രത്തോളം ഒരു അവഗണന തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കൊണ്ടിട്ടാണല്ലോ. പക്ഷെ നിങ്ങൾ മാറിയ സമയത്താണ് ഇവർക്ക് നിങ്ങളുടെ ആ ഒരു സ്പേസ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ വലുതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും മനസ്സ് പല രീതിയിലാണ് മാറുന്നത്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഒരു സൈഡ് കൊണ്ട് അവർക്ക് വേണമെന്ന് തോന്നും, മറു സൈഡ് കൊണ്ട് അവർക്ക് വേണ്ടെന്ന് തോന്നും. എങ്കിലും അവർ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കില്ല. എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർക്കറിയാം സ്നേഹം പ്രകടിപ്പിക്കാനും കാര്യങ്ങൾക്കും എല്ലാം ഇവർക്കറിയാം. പക്ഷേ അതൊരു ലിമിറ്റ് വിട്ടിട്ട് നിങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെ ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ തന്റെ സ്വയം ആ ഒരു വ്യക്തിത്വം ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെ ഒരു ഓവർ തിങ്കിങ് ചെയ്തിട്ട് അതൊക്കെ ഒരു ഈഗോ ആയിട്ട് ഇവർ വെച്ചിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ മനസ്സുകൊണ്ട് വളരെയധികം സ്നേഹമുള്ള പേഴ്സൺ ആണ്. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം എഫേർട്ട് എടുത്തത്. ഇവർ എന്നെങ്കിലും ഇവരുടെ ഈ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം. പക്ഷേ ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു വേദനയിലാണ് നിങ്ങൾ ഇപ്പൊ മാറി നിൽക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫ്രീസ് അവസ്ഥയിലാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടേതായ ഫാമിലി ലൈഫ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ തീർത്തും അവശനാണ്. ഇനി ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഇവര് നിങ്ങളെ നോക്കി കാണുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി പോയി, ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ട് നിങ്ങൾ മറന്നുപോയി, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള തിങ്കിങ് ആണ് ഇവരുടെ മെയിൻ പ്രശ്നം. വളരെ ആശങ്കയോട് കൂടിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത്. ഇവർ ഇവരുടേതായ കരിയറിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ എന്തിലേക്കാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് വളരെയധികം ഫോക്കസ്ഡ് ആവുക. കരിയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അവിടെ ഒരു സന്തോഷം കണ്ടെത്താൻ മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിന് സാധിക്കുന്നില്ല. ഇവർ എവിടേക്ക് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ നിമിഷവും അവരുടെ മനസ്സിലേക്ക് എത്ര ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചടിയിലൂടെ മാത്രമല്ല വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് വലിയൊരു പ്രശ്നം വരിക എന്നുള്ളത് മാത്രമല്ല, മനസ്സ് കൈവിട്ട് പോകുന്നതും ഒരു കർമ്മയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവര് നിങ്ങളെ ഏത് രീതിയിലാണോ ആട്ടിപ്പായിച്ചത് അല്ലെങ്കിൽ ഒരു അവോയ്ഡ് ചെയ്ത് മാറ്റിയത്, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ഇവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാനോ ഇവർക്കൊരു സന്തോഷം കണ്ടെത്താനോ സമാധാനം കണ്ടെത്താനോ ഒന്നിനും കഴിയില്ല. ഒരു സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും വീണ്ടും ഇവരുടെ പുറകെ വരണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് ഇവർ നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ടായിരിക്കാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നിങ്ങൾ പക്ഷെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു വ്യക്തിയും നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 10 of cups ആണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ലവറോ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും ആയേക്കാം.
ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഫാമിലി കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോയവരോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള വ്യക്തികളുടെ എനർജി കൂടുതലായിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഇവർ വളരെ ഹാപ്പി ആയിരുന്നു. ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പലപ്പോഴും ഇവർ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യ സമയങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. പക്ഷെ എവിടെയൊക്കെയോ വെച്ചിട്ട് ഇവരുടെ ഒരു ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവർ പലപ്പോഴും നിങ്ങളെ അവഗണിച്ചു. നിങ്ങൾ ഒരു സംസാരിക്കാനായിട്ടുള്ള സ്പേസിന് വേണ്ടി ചെന്നാലോ അല്ലെങ്കിൽ ഇവരുടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചാലോ അപ്പോഴൊന്നും ഇവർ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് പിന്നെ മടുത്തു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പതുക്കെ പതുക്കെ സൈലന്റ് ആയിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ അവരായിട്ട് തന്നെയാണല്ലോ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുമായിരുന്നു. വീണ്ടും അതെല്ലാം തിരിച്ചു പിടിക്കണം. എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തിരികെ കൊണ്ടുവരിക തന്നെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവരിത് ലോങ് ടേമിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ഷോർട്ട് ടേം ആയിട്ട് സ്റ്റക്ക് ആയിട്ട് നിന്ന് പോകരുത്. അത് ഇതുവരെ അവർ ആ ഒരു തീരുമാനം എടുക്കാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളോട് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരുപാട് ചേസ് ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും മറ്റേ പേഴ്സൺ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചേസ് ചെയ്ത് വരുന്ന ആളുടെ വാല്യൂ മനസ്സിലാവില്ല. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അയ്യോ എന്റെ പുറകെ കുറെ ആണല്ലോ നടക്കുന്നത് എന്ന് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഒരു വിഭാഗം ആളുകളും അങ്ങനെ ചിന്തിക്കണം എന്നില്ല. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതാണ്. നിങ്ങൾ പുറകെ നടന്നപ്പോൾ ഇവർ ആ ഒരു വാല്യൂ നിങ്ങളുടെ കണ്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ സൈലന്റ് ആയിട്ട് മാറിയ സമയത്ത് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ പെയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് വേദനിച്ച ആ ഒരു കരച്ചിൽ യൂണിവേഴ്സ് ഏറ്റെടുത്തിട്ട് ഇപ്പൊ അവരിലേക്ക് നൽകിയിരിക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 3 ഓഫ് സോൾസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയാണത്. നിങ്ങൾ എന്താണോ ഫേസ് ചെയ്തത് ആ ഒരു കാര്യം അവരിപ്പോൾ അനുഭവിക്കുന്നു. നെഞ്ചു പൊട്ടി കരയുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത്രത്തോളം പെയിനിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഹൃദയം ഒട്ടും ഒരു കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു പെയിനിലൂടെ കടന്നു പോകുന്നു. ആരൊക്കെ ചുറ്റിനുണ്ടെങ്കിൽ പോലും അവർക്കെല്ലാം ശൂന്യമാണ്. ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ചിലപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഇവർക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, സമ്പത്ത് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. ഇപ്പൊ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ ചിലപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവർ അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫിലല്ല ഇവരിപ്പോൾ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഇവർ ഒരുപാട് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു മനസ്സിലെ യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം ഇത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു സ്നേഹം ഇനി നിങ്ങൾക്ക് തന്നെ നൽകണം. ആ ഒരു സ്നേഹം ഒരു രീതിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സ്പ്രെഡ് ആവാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. വൈകാരികപരമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഏകനായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏകയായിട്ട് നിന്നുകൊണ്ട് വളരെ പെയിൻഫുൾ ആയ എനർജിയുടെ കടന്നു പോകുന്നു. ഓവർ തിങ്കിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഓവർ തിങ്കിങ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാറ്റമാണ് അവർക്ക് ആ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവർ നിങ്ങളെ എത്ര ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരിപ്പോ തിരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് യാതൊരുവിധ വിവരങ്ങളും നിങ്ങളെക്കുറിച്ച് ലഭിക്കുന്നില്ല. അതാണ് അവരുടെ ഈ ഒരു ഓവർ തിങ്കിങ്ങിന്റെ കാരണം. ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇവർ പോകുന്നതിന്റെ റീസൺ. കാരണം ഇവര് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ ഒരു ക്ലാരിറ്റിയും ഇവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് ലഭിക്കാത്തത് കൊണ്ടിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊരു അവസ്ഥ, സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം ഇവര്. ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് മാത്രമല്ല ചീറ്റിംഗ്, മറ്റ് പല കാര്യങ്ങളിലും ഇവർ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സത്യമായ കാര്യങ്ങളൊന്നും പറയാതെ ഒരുപാട് കളവുകൾ പറയുക, അതിനുശേഷം നിങ്ങൾ അതേപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, നിങ്ങളാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കുക. അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു മനസ്സിന്റെ കുറ്റബോധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനാണെങ്കിലും ഇവരിപ്പോ തയ്യാറെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കാതിരിക്കുക, അവരുടേതായ കാര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം നൽകി ഒരു രാജാവിനെയൊക്കെ പോലെ വന്നിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോവിനെ അവരിപ്പോ എടുത്തു മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ആ ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലൂടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത്.
അപ്പൊ നിങ്ങളുടെ ആ ഒരു സൈലൻസ് നിങ്ങൾ അറിയാതെ എടുത്തിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മനഃപൂർവ്വം നിങ്ങൾ എടുക്കാതെ നിങ്ങളുടെ മനസ്സ് നൊന്ത് നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന വേരിയേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ബിഹേവിയറിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇവരുടേതായ വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു സമയത്ത് ഇവർ എന്തൊക്കെയാണോ ഇവരുടെ ലൈഫിൽ സന്തോഷം എന്ന് കരുതിയിരുന്നത് അതൊന്നും ഇവർക്ക് ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം അവരിപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം അവർ നൽകിയില്ല. ആ ഒരു കർമ്മയാണ് ഇവരിപ്പോൾ ഫേസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനേക്കാൾ വലുതായിട്ട് ഇനി ഒന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ലൈഫിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കാര്യങ്ങൾ എല്ലാം കടന്നു വന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു മിസ്സിംഗ് അല്ലെങ്കിൽ ആബ്സെൻസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണെ ഇത്രയും എഫക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഒട്ടും വിട്ടുപോവാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സോൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ നിങ്ങൾക്ക് നൽകാതിരുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യം നൽകിയിട്ട് പിന്നെ അതിൽ പല പല കളവ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വഞ്ചന കാര്യങ്ങളൊക്കെ വന്ന് മാറിപ്പോയിരുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും again നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകാനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക, ഹോപ്പ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് നടത്തുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ റിസ്ക് എന്ന് പറയാൻ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. കാരണം നിങ്ങൾ ഒരുപാട് അവരുടെ പുറകെ നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ലാസ്റ്റ് ടൈമിലാണെങ്കിൽ പോലും ഇവർ സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ നിങ്ങളിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അവർ കുറച്ച് വിജയിച്ചൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ ഇനി വന്നാലും അവർക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ ഉണ്ട്. നിങ്ങൾ സ്വീകരിക്കുമോ, ഇനി കംപ്ലീറ്റ്ലി നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ, ഈ ഒരു തോട്ട് ഒക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു ഭയം ഫിയർ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും റിസ്ക് എടുത്തുകൊണ്ട് തന്നെ വരാനാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കൊരു നീതി വേണമെന്ന് ഇവർ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ കാര്യങ്ങളിലേക്കൊന്നും ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു കുറ്റബോധം ഇതെല്ലാം നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റാതിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കിയേ മതിയാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഇവർക്ക് നീതി ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനും നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനും അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡെത്ത് ആവണം. അതെല്ലാം past ആണ്. അതെല്ലാം അവിടെ തീരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം. ആ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഒരു forgiveness നിങ്ങളോട് ആ ഒരു മാപ്പ് പറയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതുപോലും പറയാനായിട്ട് ഇവർ തയ്യാറാണ്. കാരണം ഇവരുടെ ലൈഫിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത് പൂർണ്ണമായിട്ടും എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ജെന്യൂൻ ആയിട്ടൊരു സ്നേഹം തന്നെ തോന്നുന്നുണ്ട്. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരുപാട് കപ്പ് എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം ജെന്യൂൻ ആയിട്ടൊരു സ്നേഹം തോന്നുന്നുണ്ട്. ജീവിതം അവരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് ഇവർ ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ചരട് പൊട്ടിയ പട്ടം പോലെയാണ് ഇവർ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുക. ആ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീതിപൂർവ്വം തന്നെ പെരുമാറണം. ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് തന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതും സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു എനർജി വന്നിരിക്കുന്നുണ്ട്. മറ്റു പല വ്യക്തികൾ റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഡിസിഷൻ മാത്രമല്ല നിങ്ങൾ സ്പ്ലിറ്റ് ആയി പോകാൻ കാരണമെന്ന്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ വിശ്വസിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇവരുടെ വാക്കുകൾക്ക് വാല്യൂ നൽകിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾക്ക് കുറച്ച് വാല്യൂ നൽകി സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം. അല്ലാതെ മറ്റൊരാളുടെ വാക്കുകളോ കേൾക്കാനായിട്ട്
ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. സ്വയമേ തന്നെയാണ് എഫേർട്ട് എടുക്കേണ്ടത്. കാരണം സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന പിഴവാണ്. അപ്പൊ ഇനി മുന്നോട്ടേക്ക് ഇതിന്റെ ഒരു വളർച്ചയിൽ ഒരു വിജയം വേണമെന്നുണ്ടെങ്കിൽ സ്വയം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. കംപ്ലീറ്റ്ലി ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഹീലിംഗിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷൻ അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തി അത് കംപ്ലീറ്റ്ലി ഡെത്ത് ആവണം. ഇനി അത് പ്രസന്റിനെയോ ഫ്യൂച്ചറിനെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അതിങ്ങനെ പറയരുത് എന്ന്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്, ഇതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി മുന്നോട്ടേക്ക് പറയാൻ പാടില്ല. കംപ്ലീറ്റ്ലി അത് അവിടെ അവസാനിക്കുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ചാപ്റ്റർ പോലെ തുടങ്ങുകയും വേണം. അതിന് ആരുടെയും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്നും ഇവർ ആ ഒരു മനസ്സിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തായിരിക്കും വരാൻ പോകുന്ന ആക്ഷൻ, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഇവരോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള ആ ഒരു ഫിയറിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. വളരെയധികം ആശങ്കയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് ഇവരിപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം വേദനിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അവര് വളരെ ആഴത്തിൽ ഒരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യ സമയത്തൊക്കെ ഇവർ നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയ സമയത്ത്, ഇപ്പൊ കുറെ നാളുകളൊക്കെ ആയിട്ട് നിങ്ങൾ സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യ സമയത്തൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ വീണ്ടും വരും, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഞാൻ എത്ര അവോയ്ഡ് ചെയ്താലും അവൾ വീണ്ടും വരും അല്ലെങ്കിൽ അവൻ വീണ്ടും വരും എന്നൊക്കെ ചിന്തിച്ചവരാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഒട്ടും വരുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഇവരിലേക്ക് വന്നപ്പോഴേക്കുമാണ് ഇവരുടെ മനസ്സൊന്ന് ഇടറാൻ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ആ ഒരു പതുക്കെ പതുക്കെ ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ ആദ്യ സമയത്ത് ഒരു ജഗ്ലിംഗ് എനർജിയിലായിരുന്നു. വേണോ വേണ്ടയോ, അല്ലെങ്കിൽ തോന്നലായിരിക്കും, പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു മൈൻഡിലൊക്കെ ഇവർ നിന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നിങ്ങൾ ഒരുവിധ ആക്ഷനും എടുക്കുന്നില്ല. അപ്പൊ ഇവർ നിങ്ങളെ പതിയെ ചേസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല. ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പൊ കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ അറിയുന്നത്. അപ്പൊ എന്താണ് ഇവരെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു കൺഫ്യൂഷനിലേക്ക് തുടങ്ങി, പിന്നെ അതൊരു ഡിപ്രഷനിലേക്ക് മാറി. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും വിട്ടു കഴിഞ്ഞു. ആ ഒരു വിട്ടു കഴിഞ്ഞു എന്നുള്ളത് റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും വിട്ടതാണോ, ചേസിങ് പൂർണ്ണമായിട്ടും വിട്ടതാണോ, എന്താണ് എന്നുള്ളത് അവർക്ക് കൂടുതലായിട്ട് അവർ ആഴത്തിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ പെയിൻ എത്രത്തോളമാണ് നിങ്ങൾ അനുഭവിച്ചത് ഈ ഒരു ബന്ധത്തിൽ എന്നുള്ളത് അവരെ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനെയാണ് കർമ്മ. അതാണ് കർമ്മ. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വേദന അവരായിട്ട് ഏറ്റെടുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന അതേ പെയിൻ ഈ ഒരു പേഴ്സണിലേക്ക്, എന്ന് വെച്ചാൽ ഇവരെന്താണോ നിങ്ങൾക്ക് തന്നത് അത് വളരെയധികം സന്തോഷത്തോടു കൂടി യൂണിവേഴ്സ് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേ എനർജിയോട് കൂടി ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് ഇവരെ ഇപ്പൊ ആഴത്തിൽ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ വേദനിപ്പിക്കുന്നതും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത്, ചേസിങ് നിർത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ വളരെയധികം ആശങ്ക ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ആശങ്കയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ഭയത്തോട് കൂടിയൊക്കെയാണ് അവരിപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ ഒരു എനർജീനെ. അപ്പൊ നമ്മൾ ഇതിനെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, സൈലന്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അല്ല ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.